നാട്ടിൽ വീട് പണി തുടങ്ങാൻ തീരുമാനിച്ചപ്പോൾ എല്ലാം ക്ലിയർ ആയിരുന്നു. പക്ഷെ പണി തുടങ്ങിയ ശേഷം ഇന്റീരിയർ എങ്ങനെയായിരിക്കും, എക്സ്റ്റീരിയറിനെ പറ്റി കൺഫ്യൂഷൻസ്, ഇങ്ങനെയുള്ള ആൾക്കാരാണോ നിങ്ങൾ? NRI ക്ലയൻസിൽ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. പണി തുടങ്ങുന്നതിന് മുമ്പ് എല്ലാം ക്ലിയർ ആയിരിക്കും, പണി തുടങ്ങി മുമ്പോട്ട് പോകുമ്പോൾ എല്ലാം കഴിഞ്ഞു പോകും. ഇന്റീരിയർ എങ്ങനെയായിരിക്കും, എക്സ്റ്റീരിയർ കൺഫ്യൂഷൻസ്, നമ്മൾ ഇമാജിൻ ചെയ്ത പോലെ തന്നെയാണോ സൈറ്റിൽ വർക്ക് നടക്കുന്നത് എന്നിങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ആയിരിക്കും അവർക്കുണ്ടാവുക. അവർ സൈറ്റിൽ പോകാത്തത് കൊണ്ടാണ് ഈ കൺഫ്യൂഷൻ അവർക്കുണ്ടാകുന്നത്. ഈ പ്രശ്നമാണ് അവർക്ക് ടെൻഷൻ വരാനും കോസ്റ്റ് കൂടാനും വർക്ക് ഡിലേ ആകാനും കാരണം. ഞാൻ 20ഓളം വർഷമായി NRI ക്ലയൻസിനെ ഡീൽ ചെയ്ത എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ ആരംഭഘട്ടത്തിൽ വ്യക്തമായി പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന 80% പ്രശ്നങ്ങളും അവിടെ തന്നെ സോൾവ് ആകും. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് വേണ്ടത് ക്ലാരിറ്റിയാണ്. ഇന്റീരിയർ എക്സ്റ്റീരിയർ രണ്ടിലും പ്രോപ്പറായിട്ട് പ്ലാനിങ് ഉണ്ടെങ്കിൽ ഈ ദൂരം ഒരു പ്രശ്നമേ അല്ല. നിങ്ങളൊരു പ്രവാസിയാണെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, സിമ്പിളായി വീട് പണി പൂർത്തിയാക്കാൻ പറ്റും, നിങ്ങൾ ഉദ്ദേശിച്ച പോലെ തന്നെ. ഒന്നാമതായി, പണി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വ്യക്തമായ ക്ലാരിറ്റി ഉണ്ടാക്കണം. ഫ്ലോർ പ്ലാൻ കറക്റ്റ് ആവണം, എലിവേഷൻ കറക്റ്റ് ആവണം, ഇന്റീരിയർ ലേഔട്ട് കറക്റ്റ് ആവണം, അത് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്ന് കറക്റ്റ് ചെയ്യണം. ഇങ്ങനെ പണി തുടങ്ങുന്നതിന് മുമ്പ് ഇതെല്ലാം ഫൈനലൈസ് ചെയ്തിട്ടുണ്ടാകണം. നാട്ടിൽ വർക്ക് നടക്കുമ്പോൾ ഇടയ്ക്ക് നിങ്ങൾക്ക് പോയി അന്വേഷിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ 3D ഡിസൈനും വാക്ക് ത്രൂവും കണ്ട് അതിൻ്റെ കളർ കോഡും കാര്യങ്ങളും ഉറപ്പുവരുത്തണം. അടുത്തതായി എല്ലാം ഡോക്യുമെന്റ് ചെയ്യുക എന്നുള്ളതാണ്. ഡോക്യുമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡ്രോയിങ് ആയിക്കോട്ടെ, മെറ്റീരിയൽസ് ആയിക്കോട്ടെ, പ്രോപ്പറായിട്ട് ഡോക്യുമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്കും കോൺട്രാക്ടർക്കും നല്ലതാണ്. ഇനി നാട്ടിൽ വീട് പണിയാൻ വിശ്വാസമുള്ള ഒരാളെ തപ്പി നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട.